എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികൾ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഈ വിഷയത്തിൽ മുൻപ് ഇതുപോലെ തന്നെ ഒരു ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു വിഷയം ഉണ്ടായപ്പോഴും അന്നും ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ സംഭവം ഈ ആദിവാസി ജനവിഭാഗങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉണ്ടാക്കണം, അല്ലാതെ ഹോസ്പിറ്റലിൽ വന്നുള്ള പ്രഹസന പരിപാടികൾക്ക് കൂട്ടുനിൽക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി സാധിക്കില്ല എന്നാണ് അന്ന് അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നമ്മോടൊപ്പം ഉണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അകത്ത് നടന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ കാര്യത്തിൽ ഇതിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാരവാഹികൾക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഈ വിഷയത്തിൽ നിലപാടുണ്ട്. കാരണം നമുക്കറിയാം, ഇത് കാലങ്ങളായിട്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാലങ്ങളായി ഈ മലയോര മേഖലയിലെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ 2 പേരുടെ ദാരുണമായിട്ടുള്ള മരണം, വന്യജീവി ആനയുടെ ആക്രമണത്തിൽപ്പെട്ട് മരണപ്പെട്ടു. നമ്മളിവിടെ കാണുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ സംഭവം എന്ന് പറയുന്നത്, ഇവിടെ മരണപ്പെട്ട് കഴിയുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇതിനു മുമ്പായാലും മരണപ്പെട്ട സമയത്ത് ഇവിടുത്തെ MLA MP ഒക്കെ വന്നുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി മാത്രം ഉള്ളൊരു പ്രഹസനം കാണിക്കുകയും ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം അവരുടെ കുടുംബം അടക്കം ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ അവർ സമ്മതിച്ച സമയത്ത് ഇവിടുത്തെ MP-യുടെ അടക്കം വന്നിട്ട് കോൺഗ്രസ്സുകാർ ഇതിനെ തടയാൻ, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. കാരണം ഇതിന് അവർക്ക് വേണ്ട സുരക്ഷയും കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ട ബന്ധപ്പെട്ട ആളുകൾ ഇവിടുത്തെ MLA-യും MP-യുമാണ്. അത് ചെയ്യാതെ ഇവിടെ ഈ പാവപ്പെട്ട ആളുകളുടെ അവരുടെ മരണശേഷം അവരുടെ കുടുംബാംഗങ്ങളെ മോശപ്പെടുത്തുന്നതിന് അവർക്ക് കൂടുതൽ വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല വേണ്ടത്. ഇതൊരു പ്രഹസനമാക്കാതെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ചർച്ചകളിലൂടെ നമുക്കിത് എങ്ങനെ പരിഹരിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഒരുപാട് മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളല്ല നമുക്ക് വേണ്ടത്. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ ഇവിടുത്തെ MLA-യും MP-യും മന്ത്രിമാരും അടക്കം അതിന് മുൻകൈ എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ നിരവധി ആക്രമണങ്ങളിലൂടെ നിരവധി ആദിവാസികളും ഒരു 2020 കാലഘട്ടത്തിൽ ഒരു 6 വയസ്സുള്ള കുട്ടിയും ഒരു മുത്തച്ഛനും മരിക്കുകയുണ്ടായി. അന്ന് ഏറ്റവും വലിയ അതിരപ്പള്ളി കണ്ട ഏറ്റവും വലിയൊരു സമരം അന്നവിടെ നടത്തിയിട്ട് അന്നാണ് മന്ത്രിതല ചർച്ച വരെ ഉണ്ടായിട്ട് പോലും ആ സർവകക്ഷി യോഗത്തിലോ ചർച്ചയിലോ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇന്ന് നടപ്പിലായിട്ടില്ല. അത് തന്നെ ഏറ്റവും ഖേദകരമാണ്. ഇന്നിവിടെ നടക്കുന്നതൊക്കെ ഫ്ലെക്സ് വയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. ഇപ്പോൾ ഫെൻസിങ് വന്നിട്ട് പോലും ഫ്ലെക്സിൻ്റെ പേരിൽ വരെ തർക്കം നടക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായ ഈ മരണങ്ങൾ, അടിച്ചിൽത്തൊട്ടി കോളനിയിൽ മരിച്ച സെബാസ്റ്റ്യൻ എന്ന പയ്യൻ്റെ ആ ആദിവാസി ഊരിന് ചുറ്റും കിടങ്ങ് വയ്ക്കാൻ പറഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്യേണ്ട അധികാരികളാണ് ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ചെയ്തെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നേനെ. അത് പല പ്രാവശ്യം അവിടുത്തെ VSSൻ്റെ ആൾക്കാരോടും മറ്റുള്ളവർ പറഞ്ഞിട്ട് പോലും ചെയ്യാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടമാണ് അവിടെ ഉള്ളത്. പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതും പഞ്ചായത്ത് ചെയ്യുന്നില്ല. എല്ലാവരും നിഷ്ക്രിയമായിട്ട് നോക്കിയിരിക്കാൻ മാത്രമാണ് ഇന്ന് ഈ അവസ്ഥയിൽ കാണാൻ കഴിയുന്നത്. ഇവർക്ക് ഒരു അനുഭവങ്ങൾ ശേഖരിച്ചല്ലാണ്ട് ആദിവാസികൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ അവർക്ക് പോകുന്നതിന് അവർക്കൊരു ഇൻഷുറൻസ് ഒന്നും തന്നെ ഇല്ല. അത് ഒരു 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എങ്കിലും ഇവർക്ക് സർക്കാർ കൊടുക്കണമെന്നാണ്. ഇത് ചേർത്തുകൊണ്ട് ഇവരെ സംരക്ഷിക്കണം, ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കണം എന്നാണെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്.